ഡിയർ ഫ്രണ്ട്സ്, ഏറ്റവും ന്യൂ ഫേസിൽ നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ല കിഡ്ലൻ ഒരു ലേറ്റസ്റ്റ് മോഡൽ സ്വിഫ്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എലൈറ്റ് i20 സൺറൂഫൊക്കെ ചെറിയൊരു ബഡ്ജറ്റിൽ ആഷ് ബാഗിൽ നമ്മൾ കുട്ടികളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് സൺറൂഫൊക്കെ കുട്ടികളെ സംബന്ധിച്ച് ഭയങ്കര അട്രാക്ഷനാണ്. അപ്പോൾ സൺറൂഫൊക്കെ ചെറിയ ബഡ്ജറ്റുള്ള വാഹനങ്ങൾ. ഇനി അതിൽ ഒന്നുകൂടെ ഒരു മിഡ് സൈസ് SUV ഒക്കെ നോക്കുന്നവർക്ക് നമുക്കൊരു കിഡ്ലം ബ്രസ്സ വരുന്നുണ്ട്, അതും ഡീസൽ വേരിയൻറ്റ്. കൂടെ തന്നെ നമുക്ക് ക്രിസ്റ്റകൾ ഒരു 3 അതിലൊന്ന് ടൂറിംഗ് സ്പോട്ടാണ് വരുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു 100-100ഓളം വാഹനങ്ങളുള്ള ഒരു കിഡ്ലൻ യാർഡായിട്ടാണ് വന്നിട്ടുള്ളത്. ബിഗ്ടോയിലാണ് ഈ ഒരു സൈഡിൽ നമുക്ക് ഫോർച്യൂണറൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് നമ്മൾ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തിരുന്ന പോലെ തന്നെ ഫോർച്യൂണർ മാത്രമായിട്ടൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു എപ്പിസോഡുണ്ട്. അപ്പോൾ നിങ്ങൾ ഫോർച്യൂണറൊക്കെ നോക്കുന്നവർ നമ്മൾ ഇത്തവണ ആ ഒരു വാഹനങ്ങൾ മാത്രം നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പരീക്ഷണമായതുകൊണ്ട് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലാ റേഞ്ചിലുള്ള വാഹനവും നമ്മൾ ഇത്തവണ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ബിഗ്ടോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനീഷ്യൽ പേയ്മെൻറ്റ് എല്ലാവരും സംബന്ധിച്ചും വലിയൊരു പ്രോബ്ലം ആയിരിക്കും. എന്നാൽ നമുക്കൊരു EMI അടക്കാൻ മിക്കവരെ കൊണ്ട് നമുക്ക് പ്രാപ്തിയാവും. അപ്പോൾ നിങ്ങളുടെ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, EMI അടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഒത്തിരി മോഡൽ കൂടിയതും അതേപോലെ തന്നെ SUV ഒത്തിരി കളക്ഷൻസ് നമുക്ക് ബിഗ്ടോയിൽ അവൈലബിൾ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷന്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഡിസംബറൊക്കെ ആവാനായിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോക്ക് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ കൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം നമുക്കൊരു ഇയർ എൻഡിങ്ങിൻ്റെ ഒരു ഓഫർ സെയിലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അഫ്സൽക്കയാണ് കൂടെ ഉള്ളത്. അഫ്സൽക്ക നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് കുറച്ച് നാളായി നമ്മൾ ചെയ്തിട്ടില്ല, അത് 1.5 മാസമായി. അപ്പോൾ അതാണ് നമുക്ക് പുതിയ കുറച്ച് സ്റ്റോക്കുകളൊക്കെ ആയിട്ടും അത്യാവശ്യം ഒരു മിക്സ് ചെയ്തിട്ടുള്ളൊരു പാർട്ടിയായിട്ടാണ് അന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞാൽ നിങ്ങൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പാണായി സൗദിപ്പടി. യെസ്. അപ്പോൾ നമുക്കിവിടെ അടുത്തൊരു നയറിൻ്റെ പമ്പുണ്ട്, അതിന് തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ കൂടുതൽ എൻക്വയറീസ് നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ചെറിയ വാഹനത്തിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഫസ്റ്റ് തന്നെ നമുക്കൊരു ന്യൂ മോഡൽ സ്വിഫ്റ്റ് അധികം നമുക്ക് ഇറങ്ങി തുടങ്ങിയിട്ടില്ല, 3 സിലിണ്ടർ ആണ്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി വാഹനമാണ്. പ്രൊജക്ടഡ് ലാമ്പ്, അതേപോലെ ഡേ ടൈം റണ്ണിങ് ലാമ്പ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇത് ഇതിന്റെ ടോപ്പ് ലോഡാണ് വരുന്നത്. 2024 മോഡൽ 4000 കിലോമീറ്റർ വെറും 4000 കിലോമീറ്റർ ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ് വരുന്നത്. ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ പക്ക പുതിയൊരു വാഹനത്തിന് അതേ ക്വാളിറ്റി ഒക്കെ നമുക്കുള്ള ഒരു പുതിയ വാഹനം ഇറക്കുന്ന പോലെ നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനം അല്ല. സിംഗിൾ ഓണർഷിപ്പ് 7,40,000 രൂപ കൊടുക്കാം. 7,40,000 രൂപ അല്ല. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? 0 ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. അത് നമുക്ക് 2 എലൈറ്റ് i20 വരുന്നുണ്ട്. സോറി, i20ന്റെ ഏറ്റവും ന്യൂജന് 2 നമുക്ക് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരേ കളറിൽ വരുന്ന വണ്ടികളാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ? 2022 ഡീസൽ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്, ഡീസലാണ്. മൈലേജ് നമുക്ക് എത്ര? മൈലേജ് 20ന്റെ മുകൾക്ക് കിട്ടും. പിന്നെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ചെറിയ വാഹനമാണെങ്കിൽ നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനമാണ്. KL70 ആണ് രജിസ്ട്രേഷൻ. ഇത് 69, ഇത് 70. ഇതെങ്ങനെയാണ് രണ്ടും? ഇത് നമുക്ക് അത് പെട്രോൾ ആണ്, ഇത് ഡീസലാണ്. ഡീസലാണ്. നമുക്കൊരു 8 ലക്ഷം രൂപ കൊടുക്കാം. ഇന്റീരിയർ ഒക്കെ നോക്കിയെങ്കിൽ നല്ല ഫീച്ചേഴ്സ് ആണ്. സർവീസുള്ള വണ്ടി അല്ലേ? കിലോമീറ്റർ എത്രയായിരുന്നു? കിലോമീറ്റർ 55,000 കിലോമീറ്റർ. പക്ഷെ ഞാൻ ഇന്റീരിയർ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല പൊളി ഇന്റീരിയർ ആണ്. അതൊരു വലിയൊരു പ്രീമിയം വെഹിക്കിളിൽ ചെയ്യുന്ന പോലെ ബക്കറ്റ് സീറ്റ്സ് കാര്യങ്ങൾ അങ്ങനെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ്റ്റിക് ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനം. അപ്പോൾ നമുക്ക് മൈലേജ് ഫീച്ചേഴ്സ് കിലോമീറ്റർ പറഞ്ഞാൽ 55,000 എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 8 ലക്ഷം രൂപ ഫുൾ ഓൺ കൊടുക്കാം. 8 ലക്ഷം രൂപ ഫുൾ ഓൺ കേട്ടോ. അടുത്ത ഈ വാഹനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് പെട്രോൾ വേരിയന്റ് ആണ്, പക്ഷെ സെയിം ഓപ്ഷനിൽ പെട്രോൾ വേരിയന്റ് ഇല്ല. ഇത് എത്ര കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്? ഇത് 2022 വണ്ടി അല്ലേ? സെയിം വേരിയന്റിൽ തന്നെ നമുക്ക് ഇത് പെട്രോൾ ആണ്, സെയിം ഓപ്ഷന്റെ കാര്യങ്ങളൊക്കെ സെയിം മോഡൽ അല്ലേ? എങ്ങനെയായിരുന്നു ഇതിന്റെ കിലോമീറ്റർ വരുന്നത്? കിലോമീറ്റർ 50,000 താഴെ കിലോമീറ്റർ. 50,000 താഴെ അല്ലേ? എത്ര തീരുമാനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 6.5 ലക്ഷം രൂപ കൊടുക്കാം. 6.5 ലക്ഷം രൂപ ഫുൾ ഓണും കൊടുക്കാം. ഫുൾ ഓണും കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്ന 2 പൊളി വാഹനങ്ങൾ അല്ലേ? ഇതിനടുത്തൊരു നമുക്കൊരു മിഡ് സൈസ് SUV ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് മാരുതി. 65,000 കിലോമീറ്ററുടെ ZDI ഡീസൽ 2018 മോഡൽ ZDI 65,000 കിലോമീറ്റർ. 65,000 കിലോമീറ്റർ. കിലോമീറ്റർ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? ആക്സിഡന്റ് ഒന്നുമില്ല. 100% ഗ്യാരണ്ടി കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 65,000 കിലോമീറ്റർ ഡീസൽ വേരിയന്റ് വണ്ടി അല്ലേ? അത്യാവശ്യം 18-20 മൈലേജും കിട്ടൂല. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 6.5 ലക്ഷം രൂപ കൊടുക്കാം. 6.5 ലക്ഷം രൂപ. ചെറിയൊരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഓൺ കൊടുക്കാം, അല്ലെങ്കിൽ 25-30 കൊടുക്കാം. ചെറിയൊരു പൈസക്ക് നമുക്ക് ഉണ്ടാവും. 65,000 കിലോമീറ്റർ സിംഗിൾ ഓണർ 18 മോഡൽ ZDI. ഇത് നമുക്കൊരു ക്രിസ്റ്റയാണ് വൈറ്റ് ഫിനിഷിങ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2018 മോഡൽ. അപ്പോൾ നമുക്ക് 3rd ജനറേഷനിലേക്ക് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. കേൾട്ടൺ BKL നമ്പറൊക്കെ ആയിട്ടുണ്ട്. 64, 62. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
ഏതായിരുന്നു ഓപ്ഷൻ ഏതായിരുന്നു? G4 അല്ലേ? കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 2ന്റെ ലെവലിൽ ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല അല്ലേ? എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 13.75 കൊടുക്കാം. 13.75 അല്ലേ? ഒരു ബെസ്റ്റ് പ്രൈസിന് കൊണ്ടുപോകാം. നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ്. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? ഒരു 75,000 1 ലക്ഷം റുപ്യ ഇറക്കാം. ചെറിയ ഒരു പ്രൈസ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലേ? ഇത് നമുക്ക് again വീണ്ടും ഒരു കേൾട്ടൺ BK മോഡൽ 2018. ഇത് പക്ഷേ നമ്മളെ പക്ക സ്റ്റോക്ക് കണ്ടീഷൻ ആണ്. അതേ ഫേസ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടി അല്ലേ? ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2018 G4 സെക്കൻഡ് ഓണർഷിപ്പ്. നിലവിൽ കേൾട്ടൺ BK 13.75 1 ലക്ഷം റുപ്യ ഇറക്കാം. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം. ഡിറക്സ് ഒക്കെ പക്ക നീറ്റാണ്. അപ്പോൾ മേജർ ആക്സിഡന്റ് ക്ലെയിമുകൾ ഒന്നുമില്ലല്ലോ, ഗ്യാരണ്ടി കൊടുക്കാം അല്ലേ? അടുത്തൊരു ടൂറിംഗ് സ്പോട്ട് ആണ് അല്ലേ? അത് 6655. ഇത് ഒറിജിനൽ കേരളാണ് വണ്ടി? ഒറിജിനൽ കേരള 2018 മോഡല് 19 രജിസ്ട്രേഷൻ അല്ലേ? അത് ഒറിജിനൽ കേരള വാഹനമാണ്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ടൂറിംഗ് സ്പോട്ട്. മാനുവൽ ആണോ ഓട്ടോമാറ്റിക്? ഓട്ടോമാറ്റിക് 2.8Z ഓട്ടോമാറ്റിക്. എല്ലാം പക്കയല്ല വണ്ടി? 92,000 കിലോമീറ്റർ കറക്റ്റ് ഷോറൂം സർവീസ് അല്ലേ? ഇത് നമുക്ക് 20.5 ലക്ഷം രൂപ കൊടുക്കാം. 20 ലക്ഷം ലോണും കൊടുക്കാം. ഫുൾ ലോണും കൊടുക്കാം അല്ലേ? അപ്പോൾ നമുക്ക് 20 ലക്ഷം രൂപ 20.5 ലക്ഷം ഫുൾ ലോൺ കേട്ടോ. എടാ വൈഡ് ആംഗിൾ എടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫുൾ ഓൺ തന്നെ നമുക്ക് ഈ വാഹനം ഇറക്കാം. then again വീണ്ടും നമുക്കൊരു ക്രിസ്റ്റ്യനാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 G4 മാനുവൽ. കിലോമീറ്റർ 1.30 കറക്റ്റ് സർവീസ്. അത്യാവശ്യം നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് നല്ല കിട്ടുന്ന അലോയ്സ് കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ബലൂൺ ഡേയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? 14.4 മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല അല്ലേ? ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 1.5 റുപ്യ ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്ത് 2 ഫോർച്യൂണറുകളാണ്. 13 മോഡൽ അല്ലേ? എങ്ങനെയായിരുന്നു? 1.70 തേർഡ് ഓണർഷിപ്പ്. 12.5 ലക്ഷം രൂപ. 12 ലക്ഷം രൂപയ്ക്ക് ടൂ വീൽ ഓട്ടോമാറ്റിക് നല്ലൊരു ബെസ്റ്റ് പ്രൈസിന് 12 ലക്ഷം രൂപ കേട്ടോ. ഇത് കേരള വണ്ടിയാണോ റീവണ്ടിയാണ് അല്ലേ? ഇത് 2016. വീണ്ടും നമുക്ക് ഇതാണ് ഒരു ഫോർച്യൂണർ തന്നെയാണ്. നിലവിൽ കേൾട്ടൺ BK നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2016 സെക്കൻഡ് ഓണർഷിപ്പ്. 1.60 കറക്റ്റ് സർവീസ്. 1.60 സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? 15 ലക്ഷം രൂപ. 15 ലക്ഷം രൂപ ടൂ വീൽ ഓട്ടോമാറ്റിക്. ഓക്കെ, ഇതിലൊക്കെ നല്ല കിടുവാണ്. കമ്പനി സർവീസ്. നമുക്കൊരു 1 ലക്ഷം രൂപ ഇറക്കാം. 1 ലക്ഷം രൂപ ഇറക്കാം. 2015 മോഡൽ ടൂ വീൽ ഓട്ടോമാറ്റിക് അല്ലേ? അടുത്ത് ഒരു ടൈപ്പ് 4 വരുന്ന ഒരു ഇന്നോവയാണ്. സോൾഡ് ആയതാണ്. ഓക്കെ, റിഡ്സ് ഇതെങ്ങനെയായിരുന്നു? സോൾഡാ. ഇത് എങ്ങനെയായിരുന്നു? ഇത് 2017 പെട്രോൾ മാനുവൽ. 2017 പെട്രോൾ മാനുവൽ. അത് നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ SUV വേണം. കൂടെ തന്നെ മെയിൻ്റെനൻസ് കുറവ്, സൺറൂഫ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. അതിന്റെ ഏറ്റവും ന്യൂ ഫേസും ആണ് വരുന്നത് അല്ലേ? എങ്ങനെയായിരുന്നു? 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 38,000 ചെറിയ കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ്. 38,000 കിലോമീറ്റർ. WRV എത്ര ചോദിക്കുന്നത്? നമുക്ക് 5 ലക്ഷം രൂപ കൊടുക്കാം. ഫുൾ ഓൺ കൊടുക്കാം. നമുക്കൊരു MG ഉണ്ട്, എക്ട്രോപ്ലക്സ് ഉണ്ട്, 7 സീറ്റർ അല്ലേ? അപ്പൊ നല്ല ഫീച്ചേഴ്സും കൂടെ തന്നെ ഒരു 7 സീറ്ററും കൂടി നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് MGയുടെ എക്ടർ പ്ലസ്. അത് ഡുവൽ ടൂൺ ആണ് വരുന്നത്. ഒരു അടിപൊളി വാഹനം. ന്യൂ ഫേസ് കാര്യങ്ങളെല്ലാം വരുന്ന 52,000 കിലോമീറ്റർ ഓടിയുണ്ട്. 52,000 കിലോമീറ്റർ അല്ലേ? ഡീസലാണോ പെട്രോൾ? ഡീസലാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. അപ്പൊ ഡീസലിൽ ഒക്കെ കാര്യങ്ങൾ വരുന്ന ഒരു 7 സീറ്റർ. സോ മാനുവൽ മാനുവൽ കിലോമീറ്റർ 52,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി അല്ലേ? നമുക്ക് 11,90 ഫുൾ ഓണും കൊടുക്കാം. ബെസ്റ്റ് പ്രൈസിന് അല്ലേ? അടിപൊളി വാഹനമാണ്. ഡീസലാണ്. അത് നമുക്ക് ഫുൾ ഓൺലൈൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം. ഫ്രണ്ട്സ്, നമ്മൾ ബിറ്റോയിലായിരുന്നു. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. തൽക്കാലം ഒരു പാർട്ടി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പാർട്ടികളായിട്ട് ഉടനെ തന്നെ വരും. ലൊക്കേഷൻ മറക്കേണ്ട, മലപ്പുറം ജില്ലയിൽ മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പാണായി സൗദിപ്പടി. അപ്പോൾ താഴെ നമ്പർ കൊടുത്തിട്ട് താല്പര്യമുള്ള താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക കേട്ടോ.